2 ഡോഗ്സിന് ഒരു ആക്ടിവിറ്റി ട്രെയിൻ ചെയ്യിപ്പിക്കും. ചവിട്ടി മറിച്ചിടുന്ന ട്രെയിനിങ് കൊടുത്തു 2 ഡോഗ്സും. ആ 2 എണ്ണത്തിന് കൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്ന് ഷോട്ട് എടുക്കുന്ന സമയത്ത് ഒന്നിന് എന്തെങ്കിലും സപ്പോസ് സുഖമില്ലാണ്ടായി, അപ്പം മറ്റവനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരെണ്ണത്തിനുണ്ട്. 2 പട്ടികൾക്ക് കൂടുതൽ സ്പീഡിൽ ഓടാനുള്ള ട്രെയിനിങ് കൊടുത്തു. 2 പട്ടികൾക്ക് ഈ മുരളാനുള്ള അത് പറഞ്ഞിട്ട് മുരളില്ലേ അതിനുള്ള 2 പട്ടികളെ ഉച്ചക്കത്തിൽ കുരയ്ക്കാനുള്ള ട്രെയിനിങ് കൊടുത്തു. അങ്ങനെയാണ് അവരുടെ ഒരു ട്രെയിനിങ് മെത്തേഡ്. അപ്പം ആ ട്രെയിനിങ് കിട്ടിയ പട്ടികൾ അത് മാത്രമേ ചെയ്യുള്ളൂ. ജയൻ മരിക്കുന്നത് കോളിളക്കം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിൻ്റെ ഇടയിലാണ്, ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ആ സമയത്ത് ജയൻ്റെ റിലീസ് ആവാനുള്ള ഡബ്ബിങ് കഴിയാത്ത 4-5 സിനിമകൾ അങ്ങനെ ഇരിപ്പുണ്ട്. ഈ ജയൻ്റെ ഡബ് ചെയ്യേണ്ട ആൾ വേണം. അന്ന് ഈ ആർട്ടിസ്റ്റുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കലാകാരന്മാർ വളരെ കുറവാണ്. അപ്പം ആ സമയത്ത് ജയനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ആലപ്പി അഷ്റഫ് സ്വീകരിച്ചതിനാണ് സാർ. അങ്ങനെയാണ് ഈ കോളിളക്കത്തിന് വേണ്ടിയിട്ട് ഡബ് ചെയ്യാനായിട്ട് ആലപ്പി അഷ്റഫ് സജസ്റ്റ് ചെയ്തു. രഹസ്യമായിട്ടാണ്, ഒരാൾ പോലും ഇത് അറിയരുത് ഡബ് ചെയ്തിരിക്കുന്ന ഇന്നാളാണെന്ന് അറിയരുത്. ഇപ്പം ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വണ്ടിക്ക് ബ്രേക്ക് കുറവായിരുന്നു. അത് നമ്മൾ തിരിച്ചറിയുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ആ റേസിങ് പരിപാടിയില്ല, നല്ല സ്പീഡിൽ പോകുന്ന പരിപാടി, നമ്മളൊരു ഇറക്കം ഇറങ്ങി വരുമ്പോൾ ഈ നരേൻ ഇത് ചവിട്ടിയിട്ട് കിട്ടുന്നില്ല. ഞാൻ സൈഡിലിരിക്കും, തൊട്ട് പുറയിൽ ബാഹുല് ക്യാമറ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ആകെപ്പാടെ നമുക്ക് പേടിയായി. ഇങ്ങനെ ഇറക്കം ഇറങ്ങി പിന്നെ ട്രെയിനിങ് ആണ്, എങ്ങാനും ചരിയുമെന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ഈ ചാക്കോച്ചനായാലും ഫഹദായാലും ഇവർക്കൊക്കെ ഫാസിൽ സാറിൻ്റെ ഒരു അഭിനയ രീതി പെട്ടെന്ന് ഇവർ ക്യാച്ച് ചെയ്തുകൊണ്ടായിരിക്കും ഫഹദിൽ അത് ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പം ഈ കയ്യെത്തും ദൂരത്തിനെ കുറിച്ചും ഫഹദിനെ കുറിച്ചും പറയുമ്പോൾ ഒരു സംഭവം പറയാനുള്ളത്, ഞാൻ വർക്ക് ചെയ്ത സിനിമയുണ്ട്. ആക്ച്വലി അത് ഫഹദ് ചെയ്യേണ്ട സിനിമയല്ല, അതൊരു യു കെയിൽ പഠിക്കുന്നൊരു മലയാളി പയ്യനെ പ്ലാൻ ചെയ്തൊരു സിനിമയാണ്. ഇന്ന് അതിഥിയായിട്ടിരിക്കുന്നത് സഹീർ മുഹമ്മദ് ആണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖം. സിനിമാ പോസ്റ്റേഴ്സ് ഒക്കെ വെട്ടിയൊട്ടിച്ചിരുന്ന ഒരു കുട്ടിയിൽ നിന്ന് ഇന്ന് എക്കോയിലെ പാപ്പച്ചനിലേക്ക് എത്തി നിൽക്കുവാണ്. ഒരു കലാകാരൻ എന്ന രീതിയിൽ ചേട്ടൻ എങ്ങനെയാണ് ചേട്ടനെ അടയാളപ്പെടുത്തുന്നത്? ഈ സിനിമ പോസ്റ്റേഴ്സ് ഒട്ടിച്ചു എന്ന് പറയുമ്പോഴും സിനിമ നോട്ടീസുകളാണ്. അത് പലയിടത്തും അത് പറഞ്ഞിട്ടുണ്ട്. ചിത്രത്തിൽ അതൊരു ആവർത്തനമാണെങ്കിലും എന്നെ സംബന്ധിച്ച് അതൊരു അഭിമാനകരമായ കാര്യമാണ്. കാരണം ചെറുപ്പത്തിൽ എല്ലാ കുട്ടികൾക്കും ഓരോ വാസനകളുണ്ടാവും. അതായത് ഇപ്പോൾ സ്റ്റാമ്പ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ തീപ്പെട്ടിക്കൂട് കളക്ട് ചെയ്യുക, കല്ലുകൾ കളക്ട് ചെയ്യുക, കക്ക കളക്ട് ചെയ്യുക. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു 9 വയസ്സൊക്കെ ഉള്ള സമയത്ത് എൻ്റെ ഒരു ക്രേസ് എന്ന് പറയുന്നത് സിനിമ നോട്ടീസുകൾ കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം ഈ വണ്ടിയിൽ ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന സിനിമ നോട്ടീസുകളുണ്ട്. ചെറിയ A4-ൻ്റെ ചെറുതായിരിക്കും. അപ്പോൾ അതിൻ്റെ 2 സൈഡും പ്രിൻറ്റിങ്, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു സൈഡിൽ അത്യാവശ്യമുള്ള സ്റ്റാറുകളുടെയൊക്കെ ഫോട്ടോ ഉണ്ടാവും, സംവിധായകൻ്റെ പേരുണ്ടാവും, മറുവശത്ത് അതിൻ്റെ ഒരു ചെറിയ സിനോപ്സിസ് ഉണ്ടാവും, നടീനടന്മാരുടെ ഒരു പേരുടെ ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഓരോ തിയേറ്ററിനും ഓരോ നോട്ടീസായിട്ടാണ്. ആ തിയേറ്ററിൻ്റെ പേരിപ്പം എറണാകുളം ഷേണൈസ് എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത്തരം നോട്ടീസുകൾ പല സ്ഥലത്തുനിന്നും കളക്ട് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് എൻ്റെ ബന്ധു വീടുകളിൽ പോകുമ്പോൾ അവിടുന്ന് കിട്ടുന്ന നോട്ടീസുകൾ, എറണാകുളത്തുള്ള നോട്ടീസുകൾ, ആലപ്പുഴയിലുള്ള നോട്ടീസുകൾ, കോട്ടയത്തുള്ള നോട്ടീസുകൾ, അങ്ങനെയുള്ള ആ കളക്ഷൻ. അപ്പോൾ ആ നോട്ടീസുകളിലെല്ലാം ഈ സംവിധാനം എന്ന് പറയുന്ന ഇച്ചിരി വലിയ അക്ഷരത്തിൽ കാണുമ്പോൾ ഇതാരാണ് ഈ സംവിധായകൻ, അപ്പം അദ്ദേഹത്തിന് എന്തോ ഒരു കാര്യമായ ഇതുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത ആ പ്രായത്തിൽ എനിക്ക് തോന്നി. അത് വീട്ടിലുള്ള എൻ്റെ മുതിർന്ന ഒരു അങ്കിളുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹമാണ് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അന്ന് മുതൽ എനിക്കൊരു സംവിധായകനാകണമെന്നൊരു മോഹം ഉദിക്കുകയായിരുന്നു. അന്ന് ഏകദേശം എത്ര പ്രായം കാണും? 4ാം ക്ലാസ്, 9 വയസ്സ്, ഇത്രേ ഉള്ളൂ. അവിടുന്നാണ് ശരിക്കും ഒരു സിനിമ ചിന്ത തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നീടുള്ള ഒരു 6ലും 7ലൊക്കെ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ് വരെയൊക്കെ ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന എന്ന് വെച്ചാൽ അന്ന് ഈ ഫിലിം ഉണ്ട്, കട്ടിങ് ഫിലിം ഉണ്ട്, നമുക്ക് കിട്ടും, ഈ ഫാൻസി കടകളിലൊക്കെ കിട്ടും പാക്കറ്റിനകത്ത്. അതൊരു പാക്കറ്റിനകത്ത് ഒരു 7, 8 അല്ലെങ്കിൽ 10 ഒക്കെ കാണും. അത് തന്നെ ആയിരിക്കും ബാക്കിയെല്ലാം റിപ്പീറ്റേഷനാണ്. ഒരു സീൻ്റെ തന്നെ ഈ കട്ടിങ് വേസ്റ്റാണത്. അപ്പോൾ അന്ന് അങ്ങനെ കിട്ടുന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കൂട്ടുകാർ പിള്ളേരെല്ലാം കൂടി ചേർന്നിട്ട് മറ്റേ ഹാർഡ് ബോർഡ് പെട്ടിയില്ലേ, കാർട്ടൺ, ചെറിയ കാർട്ടനകത്ത് ഒരു സൈഡിൽ ലെൻസ് വെച്ചിട്ട് ഒരു സൈഡ് ചതുരം കട്ട് ചെയ്ത് ഈ കണ്ണാടി
സൂര്യപ്രകാശത്തിൽ വെച്ചിട്ട് അത് അന്നത്തെ പ്രൊജക്ടർ. ഇതിനകത്തുകൂടി കടത്തി ഒരു വെള്ള ഭിത്തിയിൽ വീടിനകത്തുള്ള ഇരുട്ടാക്കും അത് നമ്മൾ ജനലൊക്കെ കവർ ചെയ്ത്. അപ്പോൾ വലുതായിട്ട് നമുക്ക് ഈ ലെൻസിലൂടെ കടന്നു പോകുന്നുണ്ട്, അത് വലുതാവും. എന്നിട്ട് ഇപ്പുറത്ത് ഈ ചതുരക്കള്ളിയുടെ വെളിയിൽ ഈ ഫിലിം തലതിരിച്ച് കാണിക്കും. തലതിരിച്ച് കാണിക്കാൽ കറക്റ്റായിട്ട് വരും. അപ്പം ഇങ്ങനെ ചെയ്യുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു ഒരു 6ാം ക്ലാസ് 7. അപ്പോൾ സിനിമയാണ് മനസ്സിൽ. പിന്നെ എല്ലാ സിനിമകളും കാണുന്ന കാര്യം ആലപ്പുഴ ടൗണിലാണ് ഞാൻ ആ സമയത്തൊക്കെ താമസിച്ചത്. എൻ്റെ ഫാദറിൻ്റെ വീട് ആലപ്പുഴ ടൗണിലാണ്. അപ്പോൾ ഒരുപാട് തിയേറ്ററുകളുണ്ട്, തൊട്ടടുത്താണ് തിയേറ്ററുകളെല്ലാം. ഇപ്പം രാവിലെ മോർണിംഗ് ഷോ ഉള്ള ദിവസം ശനി ഞായർ മോർണിംഗ് ഷോ ഉണ്ടാവും, ഒരു സിനിമയ്ക്ക് കയറും. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഷോയ്ക്ക് വേറൊരു തിയേറ്ററിൽ പോയി അന്ന് തന്നെ എല്ലാം കാണും, എല്ലാം കാണും. അത് അന്നെന്ന് പറഞ്ഞാൽ നസീർ സാറ്, ജയൻ, മധു സാർ അവരുടെയൊക്കെ സിനിമകളാണ് കൂടുതൽ. സോമൻ, സുകുമാരൻ അവരുടെയൊക്കെ ഒരു കാലം. പിന്നീടാണ് 80കൾ കഴിഞ്ഞിട്ടാണല്ലോ ലാലേട്ടനും മമ്മൂക്കൊക്കെ വരുന്നതും എസ്റ്റാബ്ലിഷ് ആകുന്നതൊക്കെ അതിന് ശേഷം. അപ്പം ഞാൻ ആ ഒരു 80ന് മുമ്പുള്ള കാലഘട്ടമാണ് ഞാനീ പറഞ്ഞു. 80ന് ശേഷവും ഏതാണ്ട് 83, 84 അവരൊക്കെ അല്ല, ആ സമയത്ത് ജയനില്ല, അതിനു മുമ്പ് മരിച്ചു. നസീർ സാറിൻ്റെ സിനിമകൾ, പിന്നെ അന്നത്തെ കുറേ താരങ്ങളുണ്ട്. അന്ന് നമ്മുടെ ജോസ്, രവീന്ദ്രൻ, അങ്ങനെയൊക്കെയുള്ള ആർട്ടിസ്റ്റുകളാണ് അന്ന്. തിയേറ്ററുകളൊക്കെ അന്ന് ശരിക്കും എങ്ങനെയാണ് ശരിക്കും ഈ സിനിമ കൊട്ടക എന്നൊക്കെ പറയുന്ന ആ ഒരു അത് പിന്നെ ഈ റൂറൽ ഏരിയ, ഇപ്പോൾ ഗ്രാമപ്രദേശം. എൻ്റെ മദർ ഹൗസ് എന്ന് പറയുന്നത് കായംകുളത്തിന് കുറച്ച് ഉള്ളിലാണ്. ഒരു ഗ്രാമപ്രദേശമായിരുന്നു തികച്ചും അന്ന്. പക്ഷെ ഇപ്പം ഒരു സെമി ടൗണൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. കേരളം മൊത്തം മാറിയ കൂട്ടത്തിൽ അത് മാറിയിട്ടുണ്ട്. അവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, അത് ഓല തിയേറ്ററായിരുന്നു, ഓലക്കൊട്ടക എന്ന് പറയുന്നത്. അവിടെ സാധാരണ ബെഞ്ചാണ്, തടിയുടെ ബെഞ്ച്, അതിൻ്റെ ബാക്കിൽ എന്ന് പറഞ്ഞാൽ തടിയുടെ കസേര, അങ്ങനെയായിരുന്നു. 2 ഇതേ ഉള്ളൂ, 2 റോ, 2 ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. ടൗണിലേക്ക് വരുമ്പം അത് മാറും, സീറ്റ് വേറൊരു ലെവലിലാവും, എമൗണ്ടും വ്യത്യാസം ഉണ്ടാവും, ചെറിയ വ്യത്യാസം ഉണ്ടാവും. പിന്നെ തിയേറ്റർ, ഈ ടൗണിലെ തിയേറ്ററുകളിലാണ് റിലീസിങ് പടങ്ങളെല്ലാം വരിക. മറ്റേ C ക്ലാസ്സാണ്, ഇത് A ക്ലാസ്സാണ്. അപ്പോൾ ഇവിടെ വരുന്നൊരു സിനിമ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും അവിടെ വരിക. അപ്പോൾ ഹിറ്റായ സിനിമയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഓണത്തിനോ ഒരു പെരുന്നാളിനൊക്കെയാണ്. ഓണത്തിന് ഏതെങ്കിലും ഒരു നല്ല പടം ഈ C ക്ലാസ്സിൽ ഉണ്ടാവും. അപ്പം ആ വ്യത്യാസം എന്തായാലും ഉണ്ട്, കാരണം രണ്ടും. പിന്നെ അന്ന് എന്ന് പറഞ്ഞാൽ റീൽസ് ഓരോ 4 പോർഷനായിട്ടാണ് സിനിമ. കാര്യം ഒറ്റ പ്രോജക്റ്റ് ഉണ്ടാവുള്ളൂ തിയേറ്ററുകളിൽ. ഈ C ക്ലാസ്സിലൊക്കെ ഒറ്റ പ്രോജക്റ്റ് ഉണ്ടാവുള്ളൂ. A ക്ലാസ്സിൽ തന്നെ 2 പ്രോജക്റ്റൊക്കെ, കുറേ തിയേറ്ററിലൊക്കെ അന്ന് 2 പ്രോജക്റ്റുകളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ 2 പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിനകത്ത് റൺ ചെയ്ത് തീരാറാകുമ്പോൾ അടുത്തത് ഓണാക്കുകയാണ്. അപ്പോൾ ആ ഫ്ലോയിലങ്ങ് പോകും. മറ്റേ അങ്ങനെയല്ല, ആ ഒരു റീല് കഴിഞ്ഞിട്ട് അടുത്ത ഇടണം, ഇത് മാറ്റി മറ്റേത് ഇട്ട്, അപ്പോൾ അത്രയും ടൈം എടുക്കും. അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഇന്റർവെൽ മീൻസ് ചെറിയ ഗ്യാപ്പ്. ഈ ഗ്യാപ്പിൽ ഈ ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്നവർ വീഡിയോ വലിക്കും. അന്ന് തിയേറ്ററിൽ ഇരുന്ന് വീഡിയോ വലിക്കും, സിഗരറ്റൊക്കെ വലിക്കുന്നവരുണ്ട്. പിന്നെ കുറച്ച് പേര് വെളിയിലിറങ്ങും, പിന്നെ ഒരു കപ്പലിൻ്റെ കച്ചവടം, ഈ ഒരു ആംബിയൻസാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ സിനിമയുടെ ഒരു ഫ്ലോ അങ്ങ് പോകും. അപ്പോൾ പിന്നെ അത്തരം ശ്രദ്ധകളൊന്നും ഇല്ല, അങ്ങനെ കാണുക എന്നുള്ളതിനപ്പുറത്ത് പിന്നാണല്ലോ സിനിമയെ ഗൗരവമായി സമീപിക്കുന്നൊരു രീതിയിലേക്ക് ഓഡിയൻസ് മാറി. ഇപ്പോൾ ഏതാണ്ട് വലിയ നിലയിലാണ് സിനിമ, കാരണം കുറച്ചുകൂടി ജനകീയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന സ്പൂൺ ഫീഡിംഗ് ഒന്നും ഇല്ലാത്ത സിനിമകൾ, ഇപ്പോൾ എക്കോ പോലെയുള്ള സിനിമകൾ എല്ലാ തരം ഓഡിയൻസും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളിടത്താണ്. പണ്ട് അങ്ങനെ പറ്റില്ലായിരുന്നു. കൃത്യമായി സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇവരുടെ തലയിലോട്ട് കയറത്തുള്ളായിരുന്നു. അത്തരം സബ്ജക്റ്റുകളായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ട് സിനിമ വേറൊരു ഇതിലേക്ക്, ഇപ്പം സമീപകാലത്ത് ഇറങ്ങുന്ന സിനിമകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു, ഇപ്പോൾ സിലബസുകളിൽ സിനിമകൾ പഠിക്കാൻ വരുന്നുണ്ട്. പുതിയ കുട്ടികൾ കൂടുതൽ മൾട്ടിമീഡിയ ആ ഒരു ലെവലിലേക്ക് മാറുന്നുണ്ട്, അവർക്ക് സിനിമ നിർബന്ധമാകുന്നു. പിന്നെ നമ്മുടെ ഫെസ്റ്റിവലുകൾ, ഇപ്പോൾ PFFK പോലെയുള്ള രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലുകൾ, ഇപ്പോൾ ബാംഗ്ലൂരായാലും മുംബൈയിലായാലും ചെന്നൈയിലായാലും കൽക്കറ്റയിലായാലും ട്രിവാൻഡ്രത്തായാലും, ഇപ്പോൾ കേരളത്തിൽ തന്നെ പ്രാദേശികമായി ഉണ്ട്. സിനിമ മാറിയിട്ടുണ്ട്. അപ്പം കൂടുതൽ പേർ അത്തരം സിനിമകൾ കാണുകയും
ആ സിനിമകളെ പരിചയപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ഒരു വ്യത്യാസം വ്യത്യാസം നമ്മുടെ ചോദ്യത്തിൽ നിന്ന് പോയി, വ്യതിചലിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പോയി. സഹീർ മുഹമ്മദ് എന്നുള്ള ഒരു ആക്ടറിനെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? എക്കോയിൽ വന്ന് നിൽക്കും. ഞാൻ ബേസിക്കലി ഒരു ആക്ടറായിട്ട് വരാൻ ഉദ്ദേശിച്ച ഒരാളല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു സംവിധായകനാകണമെന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു. അതൊരു ഘട്ടത്തിൽ ഫാസിൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആവാനുള്ള ഒരു അവസരം വന്നു. 96-ലാണ് അനിയത്തിപ്രാവ് എന്ന് പറയുന്ന പടം. അപ്പോൾ അതിൽ എന്നെ ഫിക്സ് ചെയ്തു. ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുമ്പ് വളരെ യാദൃശ്ചികമായി മറ്റൊരാളെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നു. ഓട്ടോമാറ്റിക്കലി എന്നോട് ഈ ഒരു വർക്ക് മാറി നിൽക്കണം, അടുത്ത വർക്ക് മുതൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. എനിക്ക് സത്യത്തിൽ അഭിനയിക്കാൻ തന്നെയായിരുന്നു? അല്ലല്ല, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എന്നെ ഫിക്സ് ചെയ്തു. അഭിനയം എൻ്റെ മനസ്സിലേ ഇല്ല. അപ്പം ഒന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നി. കാരണം ഞാൻ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ അലഞ്ഞിട്ട് ഇങ്ങനൊരു ചാൻസ് കിട്ടി, അത് ആ മൊമെൻറ്റിൽ പോകുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന, അപ്പം അത് മനസ്സിലാക്കിയിട്ടാവണം. ആ സിനിമയുടെ ക്യാമറമാനായിരുന്നു ആനന്ദക്കുട്ടി സാർ. അദ്ദേഹത്തോടൊപ്പം എന്നെ ആ ഒരു സിനിമയിലേക്ക് താൽക്കാലികമായി പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ട് തന്നെ. ക്യാമറയെ കുറിച്ചിട്ട് ഒരു ധാരണയില്ല. ഇല്ല, ഒരു ഓട്ടോ ഫോക്കസ് ക്യാമറയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് വീട്ടിൽ അങ്ങനെയൊക്കെ എടുക്കുന്നല്ലാണ്ട് ഇതിനെക്കുറിച്ചൊരു ഒരു ഫ്രെയിം കണ്ടാൽ ആസ്വദിക്കും. കാര്യം ഒരു ഡയറക്ഷൻ സംഭവം മനസ്സിൽ കിടക്കുന്നുണ്ട്. ഒരു ഫ്രെയിമൊക്കെ കണ്ടാൽ നമ്മൾ ആസ്വദിക്കും. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ക്യാമറയായിട്ടൊരു ബന്ധവുമില്ല. എനിക്ക് താല്പര്യമില്ല ക്യാമറ ചെയ്യണം. അപ്പം മനസ്സോടെ ഞാൻ അദ്ദേഹത്തോടൊപ്പം ആ സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം പക്ഷേ അദ്ദേഹത്തോടൊപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് ആനന്ദക്കുട്ടി സാറിനോടൊപ്പം. അങ്ങനെ ഒരു 9 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടും ഒക്കെ ഞാൻ നിന്നു. കുറേ അധികം സിനിമകൾ അദ്ദേഹത്തോടൊപ്പം ചെയ്തു. 30-ന് മുകളിൽ സിനിമകൾ അദ്ദേഹത്തോടൊപ്പം നിന്ന് അസിസ്റ്റ് ചെയ്തു. അതിൽ തന്നെ മികച്ച അന്നത്തെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ സിനിമകളെല്ലാം ചെയ്യാൻ പറ്റി. കാരണം ആനന്ദക്കുട്ടൻ സാറ് ഈ അന്ന് ഭയങ്കര തിരക്കുള്ള ആളാണ്. ഒരു ലൊക്കേഷനിൽ നിന്ന് ഒരു സിനിമ കഴിഞ്ഞാൽ പാക്കപ്പായി കഴിഞ്ഞാൽ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നു, അവിടെ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് പോകുന്നു. അങ്ങനെ ഭയങ്കര തിരക്കുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന സിനിമകളെല്ലാം കൂടുതലും ഫാസിൽ സാറിൻ്റെ സിനിമകളാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥിരം ക്യാമറമാനാണ്. ജോഷി സാറിൻ്റെ ചെയ്തിട്ടുണ്ട്, ഷാജി കൈലാസിൻ്റെ ചെയ്തിട്ടുണ്ട്, സിബി മലയിൻ്റെത്, രാജസേനൻ, അങ്ങനെ ഒരുപാട്, സിദ്ദിഖ്, കുറേ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചെയ്യാൻ പറ്റി. അപ്പം എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം. കാരണം ഒരു ഡയറക്ടറുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിച്ച ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ സിനിമകളിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ ഫാസിൽ സാറിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിച്ചു. ഫാസിൽ സാറിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തത്. അനിയത്തിപ്രാവ് മുതൽ ഇങ്ങോട്ട് ഒരു നാളൊരു കനവെന്ന് പറയുന്ന തമിഴ് മൂവി വരെ. അപ്പോൾ അത്രയും ഒരു എക്സ്പീരിയൻസ് ആ ഇതിൽ എനിക്കുണ്ടായി. അപ്പോഴെല്ലാം ഞാൻ ഡയറക്ഷൻ ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഓരോരുത്തരും എങ്ങനെയാണ് ഷോട്ട് കട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, എങ്ങനെയാണത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഇത് നമ്മുടെ മനസ്സിലേക്ക് വരും. ആ കൂട്ടത്തിൽ ഈ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും നമ്മൾ ഇത് ചെയ്യുമല്ലോ, അപ്പം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. കാരണം ലാലേട്ടൻ്റെ കൂടെ കുറേ സിനിമകൾ ചെയ്തു, മമ്മൂക്കയുടെ കൂടെയും ചെയ്തു. എനിക്ക് തോന്നുന്നു 3-4 കണ്ട് ചെയ്തെന്ന് തോന്നുന്നു. സുരേഷ് ചേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, ദിലീപിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, ജയറാം ചേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല, പിന്നെ അല്ലാതുള്ള ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ തിലകൻ ചേട്ടൻ, നെടുമുടി വേണു ചേട്ടൻ. അപ്പോൾ ഇവരുടെയൊക്കെ സിനിമകൾ, അവരുടെയൊക്കെ പെർഫോമൻസൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ അറിയാണ്ട് വരുമല്ലോ. ഓരോരുത്തരുടെ ശൈലികൾ, അവരെങ്ങനെയാണ് ആ ക്യാരക്ടറിനെ ഉൾക്കൊള്ളുന്നത്. അത് ഒരു ഡയറക്ടർ ആകുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ അഭിനയത്തോടുള്ള ഭ്രമം കൊണ്ടല്ല. അങ്ങനെ കടന്നു. പിന്നെ ഈ സിനിമയിലെത്തുന്നതിന് മുമ്പൊരു പരിചയം എന്ന് പറയുന്നത് പ്രൊഫഷണൽ നാടക രംഗത്ത് ഒരു 3-4 വർഷം ഞാൻ അഭിനേതാവായിട്ട് പോയിട്ടുണ്ട്. അത് അങ്ങനെ പർപ്പസായിട്ട് പോയതല്ല. ഇതുപോലെ ഒരാൾക്ക് പകരമായി ഒരു ട്രൂപ്പിൽ എൻ്റെ ഒരു ജ്യേഷ്ഠ സുഹൃത്തുണ്ട്. അദ്ദേഹം ചങ്ങനാശ്ശേരി തരംഗം എന്ന് പറയുന്ന ഒരു ട്രൂപ്പിൽ ഒരാൾക്ക് പകരമായിട്ട് എന്നെ അഭിനയിക്കാൻ വിളിച്ചുകൊണ്ട് പോയതാണ്. അതിനുമുമ്പ് പ്രാദേശികമായി ക്ലബ്ബുകളിലൊക്കെ നാടകമൊക്കെ അഭിനയിക്കുമായിരുന്നു. അതൊക്കെ എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ട് അഭിനയിക്കുന്നത്, കൂട്ടുകാരൊക്കെ നിർബന്ധിക്കുന്നതുകൊണ്ട് അഭിനയിക്കുന്നതാണ്, അല്ലാതെ അഭിനയത്തോടുള്ളൊരു ഇതില്ല. ഇത് തന്നെയാണ് മനസ്സിൽ കിടക്കുന്നത് മുഴുവൻ. അങ്ങനെ നാടകത്തിൻ്റെ ഒരു അഭിനയ പരിചയം ഒരു ബേസിക് ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു എക്സ്പീരിയൻസ് അഭിനേതാവായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആക്സിഡൻ്റലി സംഭവിച്ചതാണ്.
ഒരിക്കൽ ട്രിവാൻഡ്രത്ത് IFFKയുടെ ഒരു ക്യൂവിൽ ഞാൻ നിൽക്കുമ്പോൾ ട്രിവാൻഡ്രത്തുള്ളൊരു ഡയറക്ടർ ആൾ ചിത്രാഞ്ജലിയുടെ ഒരു പാക്കേജ് സിനിമ ചെയ്യുകയാണ്. അപ്പോൾ അതിലൊരു ഡയറക്ടറുടെ ക്യാരക്ടറുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ഫിഗർ കണ്ടപ്പോൾ അതിന് പറ്റിയ ആളാണെന്ന് പുള്ളിക്ക് തോന്നി. അങ്ങനെ എന്നെ അദ്ദേഹം ക്ഷണിച്ചു, അഭിനയിച്ചു. അത് ഇച്ചിരി വലിയ ക്യാരക്ടറായിട്ട് പിന്നീട് മാറി. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ഷൂട്ട് നടക്കുന്നു, സീൻസ് എടുക്കുന്നു, മാറുന്നു. അതിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ്, ഇതെന്നെക്കൊണ്ട് പറ്റുന്നൊരു പണിയാണ് ഇതും എന്നൊരു തോന്നലുന്നുണ്ട്. പിന്നെ നമ്മളോട് വലിയ താല്പര്യമുള്ള പിള്ളേർ സെറ്റൊക്കെ ഉണ്ടെന്ന് നാട്ടിൽ. നമ്മളോട് ഒരുപാട് താല്പര്യമുള്ള നമ്മുടെ അനിയന്മാർ കുറേ പേരുണ്ട്. അവർ പിന്നെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, തൽക്കാലം അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യും, ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കുന്നതല്ല നല്ലത്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് ഇറങ്ങുന്നത്, അഭിനയത്തിലേക്ക്. പിന്നെ അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുതിയ ജനറേഷനാണ് മുഴുവൻ. ഞാൻ നിൽക്കുന്ന പീരീഡിലുള്ളവരാരും അത്ര സജീവമല്ല. ആകെ 2-3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഷാഫി ഉണ്ടായിരുന്നു, നമ്മൾ മരണപ്പെട്ടു പോയി. ജോണി ആൻ്റണി ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളും കൂടിയാണ്. അപ്പം അവരുടെ ഒന്നും സിനിമകളിൽ എനിക്ക് കാര്യം ജോണി ആൻ്റണി അപ്പോഴത്തേക്ക് അഭിനയത്തിലേക്ക് വഴിമാറി. ഷാഫി ഞാൻ ഈ അഭിനയം തുടങ്ങിയതിന് ശേഷം എനിക്കൊന്ന് 1-2 സിനിമ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ പുള്ളി പോയി. പിന്നുള്ള ജിബു ജേക്കബാണ്. ജിബു ജേക്കബ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്യാമറയിൽ നിൽക്കുമ്പോൾ ജിബു അസോസിയേറ്റ് ക്യാമറമാനാണ് സാലു ജോർജിൻ്റെ. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെ അന്ന് മുതലൊരു പരിചയമുണ്ട്. അങ്ങനെ ജിബുവിൻ്റെ 2 സിനിമകളിൽ എനിക്ക് ചെറിയ 2 ക്യാരക്ടേഴ്സ്, ആദ്യ രാത്രിയും പിന്നെ എല്ലാം ശരിയാകും. പിന്നെ പഴയ തലമുറയിൽ ആരും അങ്ങനെ സിനിമ ഇല്ല. അപ്പോൾ ഷാജി ചേട്ടൻ പിന്നെ ഒരു കടുവ, പിന്നെ ഒരു സിനിമ ഇപ്പോൾ ജോജുവിനെ വെച്ചിട്ട് ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞു. മധുചേട്ടൻ CBI 5 ചെയ്തു. പക്ഷേ അപ്പോൾ അവരുടെ കൂടെ സജീവമായിരുന്നില്ല. അപ്പോൾ അവരൊക്കെ നമുക്ക് പരിചയമുള്ളവരാണ്, അവരുടെ കൂടെ കുറേ സിനിമകൾ ചെയ്തിട്ടുള്ളവരാണ്. അങ്ങോട്ടൊന്നും ഞാൻ പോയില്ല. ഞാൻ ഫോക്കസ് ചെയ്ത് പുതിയ തലമുറയെ എങ്ങനെ സമീപിക്കാം എന്നുള്ളത്. അന്ന് ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി. വേറെ മാർഗ്ഗമില്ലല്ലോ. സോഷ്യൽ മീഡിയ വഴി ഓരോരുത്തരെ കണക്ട് ചെയ്യണം, പരിചയപ്പെടുക. അങ്ങനെ പരിചയപ്പെട്ട കൂട്ടത്തിലാണ് സലീം അഹമ്മദ് ഉള്ളത്, ദിഞ്ചിത്ത് അയ്യത്താൻ, മനു അശോകൻ, സക്കറിയ, കുറേ പേര്, പിന്നെ കുറേ അസോസിയേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ പരിചയപ്പെട്ട് ഈ കണക്ഷനിലാണ് ഞാൻ സലീം അഹമ്മദിൻ്റെ ആൻറ്റി ഓസ്കാർ ഗോസ്റ്റൂവിൽ അഭിനയിച്ചു, സക്കറിയയുടെ ഹലാലോ സ്റ്റോറിയിൽ അഭിനയിച്ചു, മനു അശോകൻ്റെ കൂടെ ഐസ് എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസിൽ അഭിനയിച്ചു. പിന്നെ അതുവഴിയൊക്കെയാണ് ഒരു മിറാഷ് ഖാൻ എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്, മിക്കവാറും സിനിമകളുടെ ചീഫ് അസോസിയേറ്റാണ്, കായംകുളത്തുകാരനാണ്. അപ്പം ഞങ്ങൾക്ക് അവിടെ ഒരു ഫിലിം സൊസൈറ്റി ഉണ്ട്, കായംകുളം ഫിലിം സൊസൈറ്റി. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം കൂടിയാണ് മിറാഷ്. അങ്ങനെ മിറാഷ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മിറാഷിൻ്റെ കെയർ ഓഫിൽ ബിനു പപ്പുമായിട്ട് പരിചയപ്പെടാൻ പറ്റി. പിന്നെ അവരൊരുമിച്ച് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പുഴുവിൻ്റെയൊക്കെ 1-ൻ്റെയൊക്കെ അസോസിയേറ്റ്സ് അവർ 2 പേരും കൂടിയായിരുന്നു. അപ്പം അവർ 2 പേരും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കണക്ഷൻസ് ആ വഴിക്ക് കിട്ടി. അങ്ങനെയാണ് ഞാൻ ലവോണ്ടർ കൺസ്ട്രക്ഷനിലേക്ക് എത്തുന്നത്, മിറാഷ് വഴിയാണ്. എങ്ങനെ ഒരു കാസ്റ്റിംഗ് കോൾ കാണുന്നു. അപ്പം ഞാൻ മിറാഷിനെ വിളിക്കുന്നു. അപ്പം മിറാഷ് പറഞ്ഞു നമ്മുടെ സുഹൃത്താണ്. മിറാഷ് വിളിച്ചിട്ട് വിഷ്ണു രാഘവനോട് പറയുന്നു, ഇങ്ങനെ നമ്മുടെ ഒരു കക്ഷിയുണ്ട്, അതെന്താ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം വിളിച്ച് ഓഡീഷൻ നടത്തി, ക്യാരക്ടർ പറഞ്ഞു, ചെയ്തു. അതാണ് സുധാകരൻ നായർ. ഇപ്പം എക്കോയിൽ വന്ന് നിൽക്കുവാണെങ്കിൽ 2025 ഏറ്റവും മികച്ചൊരു സിനിമ എന്ന് തന്നെ നമുക്ക് എക്കോ അടയാളപ്പെടുത്താൻ കഴിയും. എക്കോയുടെ ഒരു ഭാഗമായിട്ട് മാറുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യം ഒരു ആക്ടർ എന്ന രീതിയിൽ. ആ സിനിമയിലാണെങ്കിൽ ഭയങ്കര ക്രൂക്കഡ് ആയിട്ട് ഇയാൾ എന്താണ് നമുക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു തുടക്കത്തിൽ. നരേൻ്റെ കൂടെ മുഴുനീളമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു കഥാപാത്രം പാപ്പച്ചൻ എന്നുള്ളത്. ഈ പാപ്പച്ചന് ശരിക്കും എങ്ങനെയാണ് ഈ ബാഹുലും ദിൻജിത്തും ബ്രീഫ് ചെയ്ത് തന്നത്, എങ്ങനെയായിരുന്നു? മറ്റുള്ളവർക്ക് എങ്ങനെയാണ് സ്ക്രിപ്റ്റ് റീഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ അല്ലാതെ ബ്രീഫ് ചെയ്തോ എന്നൊന്നും എനിക്കറിയില്ല. എന്നെ അതിൻ്റെ കൺട്രോളർ ഷാഫി ചമ്മാട് ഒരു ഒക്ടോബറിലൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ദിൻജിത്തിൻ്റെ പുതിയ പടം ഓണായിട്ടുണ്ട്, അപ്പോൾ അതിലൊരു കുറേ ദിവസം വേണ്ടി വരുന്നൊരു ക്യാരക്ടറാണ് നമുക്കുള്ളത്. കിഷ്കിന്ധകാണ്ഡത്തിൽ ഞാൻ ഒരു ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നുള്ളൂ, 2-3 സീൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഒരു ഏപ്രിൽ മാസം കംപ്ലീറ്റ് ഒന്ന് നോക്കിയേക്കണം, ഏതെങ്കിലും വർക്ക് വന്നാൽ വിളിച്ചിട്ട് പ്ലാൻ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പോയി അതിൻ്റെ ഡേറ്റ് അങ്ങനെ പറഞ്ഞു. ഞാനങ്ങനെ വാഗമണിൽ എത്തുന്നു. അവിടെ ചെന്നതിന് ശേഷമാണ് ശരിക്കും ലൊക്കേഷനിൽ എത്തി.
ഇപ്പോൾ തലേദിവസം അവിടെ പോയി സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം വണ്ടി വന്നു, ലൊക്കേഷനിൽ ചെല്ലുന്നു. ലൊക്കേഷനിൽ ചെന്ന് പിന്നെ ഡയറക്ടർ മേക്കപ്പ് മാനെ വിളിച്ചിട്ട് എൻ്റെ ഗെറ്റപ്പ് പറഞ്ഞു കൊടുക്കുന്നു. കുറ്റി താടി, ഇപ്പോൾ താടി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതുപോലെ താടി ഉണ്ടായിരുന്നു. ഈ താടിയൊക്കെ ട്രിം ചെയ്ത് കുറ്റി താടിയാക്കി, മീശ വേറെ സ്റ്റൈലിലാക്കിയിട്ട്, മുടിയൊന്നും ചെയ്തില്ല. അന്ന് മുടി അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സംഭവം ചെയ്ത് കാണിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. കോസ്റ്റ്യൂമൊക്കെ ഇട്ടതിന് ശേഷമാണ് ബാഹുലാണ് ബ്രീഫ് ചെയ്യുന്നത്. രഞ്ജിത്ത് കൂടെ ഉണ്ട്. കാര്യം ബാഹുലിൻ്റെ മനസ്സിലാണല്ലോ ഈ ക്യാരക്ടറും ഇതെല്ലാം കിടക്കുന്നത്. ബാഹുലുമായിട്ട് ബ്രീഫ് ചെയ്യുന്ന ഇതാണ്. പാപ്പച്ചൻ എന്തായിരുന്നു, അയാളൊരു പിന്നെ പഴയ ഒരു പോലീസ് ഡ്രൈവറായിരുന്നു. അയാൾ റിട്ടയർ ചെയ്തു. അയാളൊരു വലിയ ആത്മാഭിമാനിയൊക്കെയാണ്. പിന്നെ പ്രതികരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ പ്രതികരിക്കാനുള്ള ശേഷിയില്ല. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ പുള്ളി പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കാൻ പറ്റാതെ പോയതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ പുള്ളിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ചില പക പോലെ പലതും ഉള്ളിലുണ്ട്. പിന്നെ ഈ ആത്മാഭിമാനം വിറ്റിട്ട് ഒന്നിനും നിൽക്കത്തുമില്ല. അപ്പം ഇങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അയാൾക്ക് അയാളുടെ ഫാമിലി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പറഞ്ഞിട്ടുമില്ല. ഇത്രയേ ഉള്ളൂ. അയാളിപ്പോൾ അയാൾ ചെയ്യുന്ന ഇങ്ങനെ ഒരു ആൾ വരുന്നുണ്ട്. അപ്പോൾ ആ ആളുടെ ഒരു സഹായിയായിട്ട് നാട്ടിൽ പലതും പലയിടത്തേക്കും കൊണ്ടുപോകുന്നു. പക്ഷെ അയാൾക്കൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ. സർവീസിലിരിക്കുന്ന കാലത്ത് എനിക്ക് കുര്യച്ചനോടൊരു ഇതുണ്ടായിരുന്നു. അതിനിപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന സാറാണെങ്കിൽ സാറിൻ്റെ കൂടെ ഞാൻ നിൽക്കും, അതല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് പോകും എന്ന് പറയുന്നൊരു നയമേ ഉള്ളൂ പുള്ളി. ഇത്രയും മാത്രമേ എനിക്ക് അവർ പറഞ്ഞു തന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഈ പറയുന്ന അത്രയും കാലം നമ്മളൊരു ക്യാമറയുടെ പുറകിൽ നിന്ന് കണ്ട കുറേ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിൻ്റെ രീതികൾ, പിന്നെ നമ്മുടെ ഒരു എന്താ ഇപ്പോൾ നമ്മുടെ യാത്രകളിലും നമ്മുടെ ഈ ഞാൻ പറഞ്ഞില്ലേ ഒരു റൂറൽ ഏരിയയിലാണ് നമ്മുടെ ജീവിതം. അപ്പോൾ അവിടെ ഒരുപാട് മനുഷ്യന്മാർ, ഇപ്പോൾ എല്ലായിടത്തും മനുഷ്യന്മാരുണ്ട്, പക്ഷേ നമുക്ക് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ് മറ്റുള്ളവരുമായിട്ട്. നമ്മൾ ടൗണിലെന്ന് പറയുന്നത് നമ്മളെല്ലാവരും തിരക്കാണ്. ഏറ്റവും അടുപ്പമുള്ളവർ മാത്രമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവുള്ളൂ. മറ്റേ അങ്ങനെയല്ല, എല്ലാവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർ നമ്മളോട് വിശേഷം ചോദിക്കും, നമ്മൾ അങ്ങോട്ട് ചോദിക്കും. പിന്നെ അവരുടെ കുറേ മാനറിസങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യും. ഇതൊക്കെ മനസ്സിൽ കിടപ്പുണ്ടല്ലോ പലരുടെയും. അപ്പം അത് വെച്ചിട്ട് അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. അത് അല്ല അതിന് വേണ്ടിയിട്ടൊരു പ്രിപ്പറേഷനോ കാര്യങ്ങളോ. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴാണ് ഈ ക്യാരക്ടറിൻ്റെ പേര് പോലും ഞാൻ അറിയുന്നത്. ഇങ്ങനൊരു ക്യാരക്ടറാണെന്ന് പോലും അറിയുന്നത്. അതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. എന്തുകൊണ്ടാണ് പറയാതിരുന്നത് എനിക്കറിയില്ല. പിന്നെ നമുക്കാണെങ്കിലും രഞ്ജിത്തും ബാഹുലും എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആത്മവിശ്വാസമാണ്. തീർച്ചയായും ഇല്ല. ഇപ്പം ഞാൻ കക്ഷി അമ്മൻ പിള്ള എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷമാണ് ഞാൻ രഞ്ജിത്തിന് ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുന്നത്. അങ്ങനെ പരിചയപ്പെട്ടു. വല്ലപ്പോഴും ഇങ്ങനെ മെസ്സഞ്ചറിൽ ഹായ് ഒക്കെ ആയിരിക്കും. പുള്ളിയുടെ നമ്പർ എനിക്ക് തന്നു. ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാം, കാണാം, നമുക്ക് അടുത്ത പടം വരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പോയി. പിന്നെ ഒരു ഓണത്തിനോ വിഷുവിനൊക്കെ ഒരു ആശംസ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും, അത്രയേ ഉള്ളൂ. അതിനിടയ്ക്ക് മോഹൻകുമാർ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ജിസ്ജോയുടെ പടത്തിൽ ചെറിയൊരു ക്യാരക്ടർ ഞാൻ ചെയ്തു. അതിൻ്റെ DOP ബാഹുലായിരുന്നു. അപ്പോൾ ബാഹുൽ ഇങ്ങനെ LV പ്രസാദിൻ്റെ അവിടുന്ന് പുള്ളി പാസ് ഔട്ട് ആയ ആളാണ്. പുള്ളി ചെന്നൈ ബേസ്ഡ് ആയിട്ട് അവിടെ നിന്ന് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ ഈ LV പ്രസാദിൻ്റെ കുറേ പ്രോജക്റ്റുകളിൽ ഭാഗമായി. ഞാൻ കണ്ടിട്ടുണ്ട് ദി ഷോ എന്ന് പറഞ്ഞിട്ടുള്ള. ദി ഷോ, അതായിട്ട് വേണ്ട മാനക്സ് ചെയ്താണ് ദി ഷോ ഷോർട്ട് മൂവി. ഞാൻ ആദ്യം ചെയ്യുന്നത് ചെന്നൈ LV പ്രസാദിൽ സരസ്വതി എന്ന് പറഞ്ഞിട്ടൊരു 10 മിനിറ്റുള്ളൊരു സിംഗിൾ ഷോട്ട് സാധനമുണ്ട്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സംഭവം. അതിൻ്റെ റെഫറൻസ് വെച്ചിട്ടാണ് പിന്നെ കുറേ ഷോർട്ട് ഫിലിമുകളിലേക്ക് ഞാൻ പോയത്. അങ്ങനെ ഈ ബാഹുലുമായിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു ഈ മോഹൻകുമാർ ഫാൻസ്. അങ്ങനെ പോകുന്നു. അങ്ങനെയാണ് ഈ കിഷ്കിന്ധ കാണ്ഡം വർക്ക് നടക്കുന്ന സമയത്ത് അതിൻ്റെ അസോസിയേറ്റ് ബോബി സത്യശീലൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ താടി എല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ടൊരു പോലീസ് ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ ഭയങ്കര സന്തോഷം. അതിന് മൊത്തം താടിയാണ്, സ്ഥിരമായി താടി വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എനിക്കിതിൽ നിന്നൊന്നും മോചിതനാവണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ ഒരൊറ്റ സീനേ ഉള്ളൂ. ഞാൻ പറഞ്ഞു മതി. അപ്പോൾ ദിഞ്ജിത്തിൻ്റെ പടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെർപ്പുളശ്ശേരി പോകുന്നു. തലേദിവസം അവിടെ ചെന്നിട്ട് എൻ്റെ മുടിയൊക്കെ ക്രോപ്പ് ചെയ്തു, താടിയൊക്കെ എടുത്തു, വേറെ രൂപമായി. ഞാൻ പിറ്റേ ദിവസം ലൊക്കേഷൻ ചെല്ലുമ്പോഴാണ് ദിഞ്ജിത്ത് എന്നെ കണ്ട് ഞെട്ടിപ്പോയി. അയ്യോ, ഓക്കെ ദിഞ്ജിത്ത് അറിഞ്ഞില്ല.
ഞാൻ ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായത്. അപ്പം ഞാൻ ആകെപ്പാടെ വണ്ടറായി, ഇതെന്താ ദിഞ്ചിത് ഇങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്. അയ്യോ ഞാൻ അറിഞ്ഞില്ല, ആരെ വിളിച്ചു? ഞാൻ പറഞ്ഞു അസോസിയേറ്റ് വിളിച്ചു. അപ്പം ഞാൻ വല്ലാതെ വിഷമിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്തായാലും ഞാൻ വന്നു പോയില്ലേ. അല്ല ഇത് ഒരു സീനേ ഉള്ളൂ, ഈ ഒരു സീനിലേക്കൊക്കെ നിങ്ങൾ വന്നാൽ എങ്ങനെ ശരിയാകുക എന്ന് പറയുന്ന ഒരു ആശങ്കയാണ് പുള്ളിക്കുള്ളത്. അപ്പോഴേ ബാഹുൽ വന്നു. ബാഹുൽ അതിൻ്റെ DOP ആണല്ലോ. ബാഹുൽ പെട്ടെന്ന് ജോയിൻ, അത് പിന്നെ കുഴപ്പമില്ല, അത് നമുക്ക് വേറെ 1-2 സംഭവം ഉണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം, പുള്ളി ഒന്ന് സെറ്റാക്കാം എന്ന് പറഞ്ഞിട്ട് പടപെടാന്ന് പിന്നെ അത് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് കേരള ഫയൽസ് സീസൺ 2 അതിലൊരു സീന് വരുന്ന അഗസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറുണ്ട്, പ്രധാനപ്പെട്ടൊരു ക്യാരക്ടറാണ്. അതിന് ജോക്കർ എന്ന് പറഞ്ഞിട്ടൊരു കാസ്റ്റിംഗ് ഏജൻസി ഉണ്ട്. അപ്പം അവർ വഴി ഞാൻ അതിൽ ഓഡിഷൻ കൊടുക്കുന്നു, അവർ വിളിക്കുന്നു, ഞാൻ പോയി ആക്ട് ചെയ്തു, ഡബ്ബിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ ഷൂട്ടിന് ചെല്ലുന്ന ദിവസം ബാഹുൽ അവിടെ ഇല്ല. ബാഹുലിൻ്റെ സ്ക്രിപ്റ്റാണല്ലോ, നേരത്തെ അറിയാമായിരുന്നു ബാഹുലാണ് സ്ക്രിപ്റ്റ് എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ബാഹുലിനെ ഒന്നും കോൺടാക്ട് ചെയ്യാനൊന്നും പോയില്ല, കാര്യം അത് അഹമ്മദ് കബീറിൻ്റെ പരിപാടിയാണ്. അപ്പം അവിടേക്ക് എനിക്ക് ഒരു ആക്സസ് ഇല്ലാതിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനൊരു സാധ്യത വന്നു, അങ്ങനെ ഞാൻ പോയി. അപ്പോൾ ആ ഒരു ദിവസം മാത്രം ബാഹുലില്ല അവിടെ, അറ്റൻഡ് ചെയ്തിട്ടില്ല, എന്തോ പരിപാടിക്ക് പോയി. ഡബ്ബിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഷാഫി ചെമ്മാട് ഇതിലേക്ക് വിളിക്കും, എക്കോയിലേക്ക് വിളിക്കും. എക്കോ ഷൂട്ടെല്ലാം കഴിഞ്ഞ് എക്കോയുടെ ഡബ്ബിങ് എറണാകുളത്ത് നടക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഫ്രീ ടൈമിൽ ഞങ്ങൾ വെളിയിലിറങ്ങുന്ന സമയത്താണ് കുറച്ച് നേരം സംസാരിച്ചു ബാഹുലും ഞാനുമായിട്ട്. അപ്പോഴാണ് ബാഹുൽ വളരെ നേരത്തെ മുതലുള്ള കാര്യങ്ങൾ എന്നോട് പറയുന്നത്. ഞാൻ സത്യത്തിൽ വല്ലാതായി. കാരണം ബാഹുൽ എന്നോട് പറഞ്ഞു, സഹിർക്കയുടെ കുറേ ഷോർട്ട് ഫിലിമുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പോൾ അന്ന് മുതൽ ഞാൻ നിങ്ങളിങ്ങനെ നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കിഷ്കിന്ധകാണ്ഡത്തിലേക്ക് ബോബിയെ കൊണ്ട് വിളിപ്പിക്കുന്നത്, ഞാനാണ് വിളിപ്പിച്ചത്. പിന്നെ കേരള ഫയൽസിൽ ഞാൻ അഹമ്മദിനോട് പറഞ്ഞിരുന്നു, ഈ ക്യാരക്ടർ ഇങ്ങനെ ആളുണ്ട്, പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് സഹിർക്ക വേറൊരു വഴിക്ക് അവിടെ എത്തി, സൈമൾട്ടേനിയസ്, അതൊരു എന്താ പറയുക കോയിൻസിഡൻസ് എന്നുള്ള രീതിയിൽ അങ്ങനെ വന്നു ചെയ്തു. അപ്പം ഞാൻ അറിഞ്ഞു നന്നായി ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ പിന്നെ ഇത് കാണുന്ന എൻ്റെ മിക്സിങ് ടൈമിലാണ് നിങ്ങളുടെ പെർഫോമൻസ് കാണുന്നത്. അപ്പോൾ അഗസ്റ്റിൻ എൻ്റെ മനസ്സിലുള്ള ഒരു സംഭവം പോലെ, ഇല്ലെങ്കിൽ അതിന് വേറൊരു മുഖം നിങ്ങളെനിക്ക് തന്നു എന്ന് പറയുന്നൊരു സംഭവം ഭയങ്കര സന്തോഷമായിരുന്നു. ആ സമയത്ത് ഈ പാപ്പച്ചൻ ആര് ചെയ്യും എന്ന് പറയുന്ന കൺഫ്യൂഷൻ ഉണ്ടായി. ഇത് കണ്ടപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു, പാപ്പച്ചൻ സഹീർക്ക എന്ന് മതി, വേറെ ആരിലേക്കും പോകണ്ട. അപ്പം തന്നെ ഞാൻ ദിഞ്ചേട്ടനെ വിളിക്കുന്നു. ദിഞ്ചേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പാപ്പച്ചൻ ഉറപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ജേണിയിൽ കഥാപാത്രം നമ്മളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു അത് ആ ഷോർട്ട് ഫിലിം ചെയ്തതിൻ്റെ ഒരു ഗുണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് ഓർമ്മകൾ ഉപ്പിലിട്ടതും പിന്നെ കൗബീന ശാസ്ത്രം, അങ്ങനെ കുറേ ഷോർട്ട് ഫിലിമുകൾ അദ്ദേഹം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലെ പെർഫോമൻസ് കണ്ടിട്ടാണ് പുള്ളിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായത്. അത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു അവാർഡിന് തുല്യമായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും ഈ ബാഹുലിന്റെ സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ യാതൊരുവിധ ലൂപ്പ് ഹോളുകളും ഇല്ലാതെ, എന്നാൽ സ്പൂൺ ഫീഡ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു അവതരണമാണ് ഇപ്പൊ കിഷ്കിന്ധകാണ്ഡത്തിലാണെങ്കിലും എക്കോയിലാണെങ്കിലും. അപ്പൊ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മലയാളികൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പൊ റെഡിയാണ്, പണ്ടത്തെ ഒരു ഓഡിയൻസ് അല്ല. ശരിക്കും സ്ക്രിപ്റ്റിങ്ങില് എങ്ങനെയാണ് നമുക്ക് ഈ വായിക്കുമ്പോൾ ഈ സിനിമ കാണുന്നതിന്റെ ആ ഹൈ തരുന്നുണ്ടായിരുന്നോ? ഇപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ നേരത്തെ മുതൽ സ്ക്രിപ്റ്റ് അങ്ങനെ റീഡ് ചെയ്യുന്നൊരു, അതായത് ഇപ്പോൾ എൻ്റെ സീൻ, ഇപ്പം ഞാൻ അഭിനയിക്കുന്നൊരു സീൻ അവർ കൊണ്ടുതരും, ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അവർ നറേറ്റ് ചെയ്യുമല്ലോ, അപ്പോൾ അത് മതി എനിക്ക്. ഞാൻ പിന്നെ അതിൻ്റെ ഡയലോഗ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞാൻ കൊടുക്കും. എന്നിട്ട് ഞാൻ കണ്ണടച്ചിരുന്ന് ഇവരെ കൊണ്ടൊന്ന് വായിച്ച് കേൾപ്പിക്കും. ഈ അസോസിയേറ്റ് ഡയറക്ടേഴ്സും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും ഉണ്ടാവും. നമ്മുടെ മോനെ ഒന്ന് വായിക്കാമോ എന്ന് ചോദിക്കും. അപ്പോൾ അവരിങ്ങനെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ ഓക്കെ കഴിഞ്ഞു. പിന്നെ ഇടയ്ക്ക് മാത്രം ഒന്ന് നോക്കിയങ്ങ് വിടുകയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞെന്താ, ആ സ്ക്രിപ്റ്റ് അങ്ങനെ വായിക്കുന്നൊരു പരിപാടി എന്നെ സംബന്ധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടി. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, കാരണം ഈ കിഷ്കിന്ധകാണ്ഡം ചെയ്യുന്ന സമയത്തും ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ വന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ഗംഭീര കക്ഷികളാണ്. അതുപോലെ കേരള ഫയൽ സീസൺ 2 നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നോ? അതെ, ഫീൽ ചെയ്യും എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ വളരെ വെൽ പ്രിപ്പയർഡാണ്. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ ലൊക്കേഷനിൽ വന്നിട്ട് അവർ ഡിസ്കഷൻസ് ഇല്ല, തർക്കങ്ങളില്ല.
അവർ വളരെ നേരത്തെ എല്ലാം പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുക. വരിക, ആവശ്യമുള്ള ഷോട്ടുകൾ എടുക്കുക. ഇനി നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അല്ല, പിന്നെ സർ ഞാൻ അത് ഇങ്ങനെ ഒന്ന് പറഞ്ഞ വേണ്ട ചേട്ടാ, അത് മറ്റ് കറക്റ്റാ, അത് മതി, ഒന്ന് കൂടുതലോ ഒന്ന് കുറവോ എന്ന് പറയാൻ ഉള്ള പരിപാടി ഇല്ല. കാര്യം അവരത് കൃത്യമായിട്ടൊരു മീറ്റർ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളതനുസരിച്ചിട്ട് നിന്ന് കൊടുത്താൽ മതി, നമ്മൾ ടൂളായിട്ട് മാത്രം നിന്നാൽ മതി. അപ്പം അതുകൊണ്ട് തന്നെ അത് വലിയ സക്സസ് ആകുമെന്ന് പറയുന്നൊരു വിശ്വാസം നമുക്ക് അന്നേ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ പാപ്പച്ചനും നരേനും കൂടെ വണ്ടിയിൽ പോകുന്ന ഒരു സീൻ ഉണ്ടല്ലോ, ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത്, ശരിക്കും ആ സീൻ എങ്ങനെയായിരുന്നു? ആ സീൻ അതിന്റെ എന്താണ് ഉദ്ദേശിച്ചത്? അപകട സാധ്യതയൊക്കെ ഉള്ള ഒരു സീനായിരുന്നല്ലോ. അതെന്താന്ന് വെച്ചാൽ അത് പഴയ അംബാസഡർ കാറാണത്. അപ്പം നമുക്ക് അത് ഒരുപാട് തേടി പിടിച്ചിട്ടാണ് അങ്ങനെ നമുക്കത് 2 വണ്ടിയുണ്ട്. ഒരേ ഇതിൽ തന്നെ 2 വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആക്സിഡൻ്റ് ആവുന്ന വണ്ടി, ഒന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടി, 2ആയിരുന്നു. 2ഉം റണ്ണിങ് കണ്ടീഷനാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വണ്ടിക്ക് ബ്രേക്ക് കുറവായിരുന്നു. അത് നമ്മൾ തിരിച്ചറിയുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ റേസിങ് പരിപാടി ഇല്ല, നല്ല സ്പീഡിൽ പോകുന്ന പരിപാടി, നമ്മളൊരു ഇറക്കം ഇറങ്ങി വരുമ്പോൾ ഈ നരേൻ ഇത് ചവിട്ടിയിട്ട് കിട്ടുന്നില്ല. അപ്പം ഞാൻ സൈഡിലിരിപ്പുണ്ട്, തൊട്ടുപുറയിൽ ബാഹുല് ക്യാമറ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ചവിട്ടിയിട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ നല്ല സ്പീഡിൽ വന്നിട്ട് ഈ ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോവാണ്, പതുക്കെ നിൽക്കുള്ളൂ, സഡൻ ബ്രേക്ക് നടക്കില്ല. അപ്പോൾ ആകെപ്പാടെ നമുക്ക് പേടിയായി. ഇങ്ങനെ ഇറക്കം ഇറങ്ങി പിന്നെ ട്രെയിനിങ് ആണ്, എങ്ങാനും ചരിയുമെന്നുള്ളൊരു പേടി വന്നു. അത് പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പയ്യന്മാരുണ്ട്, ഈ വണ്ടി കൊണ്ടുവന്ന പയ്യന്മാരെ വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ അവർ ഒരു ബ്രേക്ക് ബോയിലുമായിട്ട് വരിക. ഇല്ല, അത് ബ്രേക്ക് കുറവാണ്, അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്ക് സത്യത്തിൽ ദേഷ്യവും ചിരിയൊക്കെ കൂടെ വരുന്നുണ്ട്. ശരിക്കും അത് അവർ അത്ര ഗൗരവമായിട്ട് അതിനെ കാണാത്തതുകൊണ്ടാണോ എന്തോ നമുക്കറിയില്ല, അത് എന്തോ ഭാഗ്യം. ആ സീനിന്റെ ഒരു ആഘാതം ശരിക്കും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കിട്ടിയായിരുന്നു. നിങ്ങൾക്ക് അത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും കിട്ടിയിരുന്നു ആ ഇടിച്ചു നിർത്തുന്ന? അത് പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ സാധനം വരും. പക്ഷേ ആ സിറ്റുവേഷനിൽ അത് കറക്റ്റാണ്. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് ഇപ്പം ബ്രേക്കില്ല പോയേ എന്ന് ഇയാൾ പറയുന്നുണ്ടല്ലോ, നേവിക്കാരൻ പറയുന്നുണ്ട്, പിന്നെ പിടിച്ചിരുന്നോ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അപ്പം നമുക്ക് ആ റിയാക്ഷൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് ഇറക്കമാണെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഓൾറെഡി അതിനകത്ത് ഉണ്ടായിരുന്നതാണ്. പക്ഷേ സംഭവിച്ചതാണത്, അതെങ്ങനെയോ സംഭവിച്ചു. ഒറിജിനലി അങ്ങനെ ഒരു ഇത്, പക്ഷെ ബ്രേക്ക് പൊട്ടിയൊന്നും പോയില്ല, ബ്രേക്ക് കുറവായിരുന്നു, അതാണ് സംഭവിച്ചത്. ഇപ്പം മ്ലാത്തി ചേട്ടത്തിനെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. മേഘാലയയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആക്ട്രസ് ഗംഭീരമായിട്ട് മലയാളികളുടെ മനസ്സ് കീഴടക്കുക എന്നുള്ളത് അത്ര ചില്ലറ കാര്യമല്ല. അവര് നമുക്ക് തോന്നുന്ന ഒരു ത്രൂ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അഭിനേത്രിയാണെന്ന് തോന്നുന്നു. പക്ഷെ അവർ ആദ്യമായിട്ടാണ് അവര് നമ്മൾ ഈ സിനിമയിലേക്ക് വരുന്നത്. ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടി കുറേ പേര് ഇവർ ട്രൈ ചെയ്തു, പക്ഷെ ആരും അങ്ങോട്ട് സ്യൂട്ടായില്ല. അങ്ങനെയാണ് നമ്മുടെ ക്രിസ്റ്റി ഇല്ല, നമ്മുടെ ഉള്ളൊഴുക്കിൻ്റെ ഡയറക്ടർ ക്രിസ്റ്റി വഴിയാണ് ഇവരുടെ ഒരു സ്റ്റില്ലോ മറ്റോ ഇങ്ങനൊരു ആളുണ്ട്, ആർട്ടിസ്റ്റ് അല്ല, ഇങ്ങനെ ആളുണ്ട്. അവരൊരു റിട്ടയർഡ് പ്രൊഫസറാണ്, മേഘാലയയിലാണ്. അപ്പോൾ അവരുടെ ഫാമിലി ഫ്രണ്ട്സും അവരെല്ലാം കൂടി ചെയ്ത ഒരു ചെറിയൊരു ഷോർട്ട് മൂവി പോലൊരു പരിപാടി, ഇതിൻ്റെ വീഡിയോ എങ്ങനെ ക്രിസ്റ്റി കണ്ടിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് അപ്പം ഈ ലുക്ക് വൈസ് അങ്ങനത്തെ ആളെ വേണമല്ലോ. അങ്ങനെയാണ് ക്രിസ്റ്റി ഇവരെ അത് അയച്ചു കൊടുക്കുന്നു, ഇവരത് കാണുന്നു. അങ്ങനെ ഇവരെ അവിടെ നേരിട്ട് പോയി ഇവരുമായിട്ട് സംസാരിക്കുമ്പം ഇവർ ഭയങ്കരമായിട്ട് ഇതാകുകയാണ്. കാരണം ഈ റിട്ടയർമെൻറ്റ് ലൈഫ് എങ്ങനെ ഇത് ചെയ്യണം, എൻജോയ് ചെയ്യണമെന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. അവിടെയാണ് ഇങ്ങനൊരു ഓഫർ വരുന്നത്. അപ്പോൾ അതിലവർ ഭയങ്കരമായിട്ട് ഇതായി, അവർ ഭയങ്കര സന്തോഷത്തിലാണ് ഇത് ഏറ്റെടുക്കുന്നത്. അപ്പം ഇവർക്ക് ബാഹുലിനും രഞ്ജിത്തിനുമൊക്കെ ഡൗട്ടുണ്ട്. കാര്യം ഇവരാദ്യമായിട്ടാണ്, ഈ ക്യാരക്ടർ ഭയങ്കര ഹെവിയാണ്, ഈ ലാംഗ്വേജ് അറിയില്ല, മലയാളമാണല്ലോ സംസാരിക്കേണ്ടത്. ഇതൊക്കെ റിസ്ക്, ഭയങ്കര ടാസ്ക്കാണ്. ഇതെങ്ങനെ ഇത് മാനേജ് ചെയ്യുമെന്ന് പറയുന്ന കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോഴും ഇവരെ ഉറപ്പിച്ചില്ല, വേറെ ആരെങ്കിലും നോക്കാമെന്നൊക്കെ വെക്കുന്നുണ്ട്, വേറെ ആരും കിട്ടിയില്ല. അങ്ങനെയാണ് ഇവർ പൂർണ്ണമായിട്ട് ഇതിലേക്ക് എത്തുന്നത്. പിന്നെ അവരെ ഈ ഡയലോഗ്സ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ജലി എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റും കൂടെയാണ് കുട്ടി. ആ കുട്ടി ഉണ്ടായിരുന്നു, ഫുൾ ടൈം ആ കുട്ടി ഉണ്ടായിരുന്നു. അത്
പക്ഷേ ഇവരുടെ ഒരു ഫ്ലോ ഉണ്ടല്ലോ, നമ്മുടെ മലയാളം ഇത് ചെയ്യുന്നതല്ല, അവരുടെ ഒരു ഇതുണ്ട്. കാര്യം ഭാഷ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം, മുറിച്ച് പറയുള്ളൂ. അപ്പം മീനിങ് ഒക്കെ ഈ കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന്, പിന്നെ ബാക്കിയുള്ളവരും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും, പിന്നെ ഇവരുടെയൊക്കെ ഒരു പ്രശ്നം, നമ്മൾ ഈ മലയാളികളുടെയും തമിഴരുടെയൊക്കെ, നമ്മൾ ഈ സൗത്തിൽ വരുമ്പോൾ നമ്മുടെ ലിപ്പിന് മൂവ്മെൻറ്റ് കൂടുതലാണ്. അതേസമയം ഈ നോർത്തിലേക്ക് പോകുമ്പോൾ ലിപ്പിൻ്റെ മൂവ്മെൻറ്റ് കുറവാണ്. അത് കുര്യച്ചൻ്റെയും അനുഭവം ഉണ്ട്. നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവർ വളരെ കുറച്ച് ലിപ്പ് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പം നമുക്കിത് ഇവരെന്താണ് പറഞ്ഞ സിംഗിങ് ഭയങ്കര പാടാണ്. ഇത് വേറെ ആർട്ടിസ്റ്റ് ഡബ് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര പാടാണത്. പക്ഷെ അതൊക്കെ നമ്മൾ അവരുടെ കാര്യത്തിൽ നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റി. ഈ കോമ്പിനേഷൻ വരുന്ന സീനുകളൊക്കെ അവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ നോക്കിക്കണ്ടത്? അല്ല, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് അവർ. പിന്നെ പരമാവധി ആദ്യത്തെ കുറച്ച് ദിവസം അവർ ഇച്ചിരി, കാരണം ഇത് കയ്യിലേക്ക് കിട്ടുന്നില്ലല്ലോ, ട്രാക്കിലേക്ക് അവർ വന്നിട്ടില്ല. അപ്പം അതിൻ്റെ ചില പിന്നെ ഇവർ ഭയങ്കരമായിട്ട് നമ്മളെക്കാൾ എനർജി ആയിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ളവരെക്കാൾ ഏറ്റവും എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന അവരാണ്. അപ്പോൾ ആ കുന്നൊക്കെ അവർ നടന്നും കയറും. നമ്മളൊക്കെ പിന്നെ ജീപ്പിനകത്ത് ചെന്നിറങ്ങി പിന്നെ കുറച്ച് നടന്ന് നിന്ന്. ഇവരങ്ങനെയല്ല, എനിക്ക് ജീപ്പൊന്നും വേണ്ട എന്നുള്ള രീതി ആവേശത്തിൽ ഒറ്റ കയറ്റമാണ്. കാരണം അത്ര എനർജറ്റിക് ആയിരുന്നു അവർ. ഭയങ്കര എന്താ പറയുക, ഈ ക്യാരക്ടർ അവർ ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മളെക്കാൾ ആവേശം ഉണ്ടായിരുന്നു അവർക്ക്. അതിൻ്റെ റിസൾട്ട് വന്നു. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, അതിൻ്റെ ഡബ്ബിങ് KPC ലീല ചേച്ചിയാണ്. അതിൻ്റെയും ഒരു പങ്ക് ആ ക്യാരക്ടറിൻ്റെ വിജയത്തിലുണ്ട് എന്നാണ് എൻ്റെ ഒരു ഭയങ്കര ചേർന്ന് നിൽക്കുന്നുണ്ട്. അതെ, ഭയങ്കരമായിട്ട്. അതും നമ്മൾ ആദ്യം പലരെയും നോക്കിയിരുന്നു, പലരുടെയും ശബ്ദം നമ്മൾ നോക്കിയിരുന്നു. അവർ ശരിയാവോ, ഇവർ ശരിയാവോ. അങ്ങനെയാണ് ഈ ലീല ചേച്ചിയുടെ ഒരു സംഭവം വരുന്നത്. അത് നമ്മുടെ അസോസിയേറ്റ് ഉണ്ടായിരുന്നു, ജോബി ഉണ്ടായിരുന്നു. ജോബിയാണ് ഈ പിന്നെ ലീല ചേച്ചിയുടെ ഒരു സംഭവം ഇങ്ങനെ ഇവർക്ക് ഇട്ട് കൊടുത്തു. ഇവരത് കണ്ടു. അങ്ങനെ അവിടെ ഡബ്ബിങ് നടക്കുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ ജോബി അന്നേരം മറ്റേ അഹമ്മദ് കബീറിൻ്റെ പുതിയ സിനിമയുടെ പ്രീ പ്രൊഡക്ഷനിലിരിക്കുക. അപ്പം ഞാനുണ്ടായിരുന്നു. അപ്പം ബാഹുലും ദിഞ്ചി എല്ലാം കൂടെ എന്നോട് ചോദിച്ചു, ഈ KPC ലീല ചേച്ചി ഈ പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു, ആ പരിചയമുണ്ട്. എങ്ങനെയുണ്ട്, അവരുടെ ശബ്ദം ഇതിന് മാച്ചാകുമോ? അപ്പം ഞാൻ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ജോബി ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് യൂട്യൂബിൽ ഇവരുടെ ഒരു ഇൻ്റർവ്യൂ എടുത്ത് ഇങ്ങനെ കാണിച്ചു. ഏകദേശം ഞാൻ പറഞ്ഞ് വിളിച്ച് ട്രൈ ചെയ്യും. ലീല ചേച്ചി ആലുവയിലൊരു വീടുണ്ട്, ഒന്നുകിൽ അവിടെയാണെങ്കിൽ സൗകര്യമായിരിക്കും, ഇല്ലെങ്കിൽ പിന്നെ കൊല്ലത്തായിരിക്കും. കൊല്ലത്തുനിന്നാകുമ്പോൾ അത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ഇവിടെ വരണം. നിങ്ങൾ ടെസ്റ്റ് എടുക്കാനായിട്ടേ, പ്രായമുള്ള ആളാണ്, 10-80 വയസ്സിന് മുകളിലുണ്ട്. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു പണിയേ ഉള്ളൂ, കൊല്ലത്ത് എവിടെയെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ ടെസ്റ്റ് കൊടുത്തിട്ട് നമ്മളാരെങ്കിലും പോയാൽ മതി, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ എന്തായാലും അവർ വിളിച്ചു, വന്നു, ചെയ്തു, ഗംഭീരമായും ചെയ്തു. അപ്പോൾ ജോബി വഴിയാണ് KPC ലീല ചേച്ചി അവർ സജസ്റ്റ് ചെയ്തു. പിന്നെ എന്നോട് ചോദിച്ചിട്ടൊന്ന് ഉറപ്പിക്കുകയും കൂടി ചെയ്തു. അത്രേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ ഒരു പരിചയം നേരത്തെ മുതലുണ്ട് ചേച്ചിയായിട്ട്. ഞങ്ങൾ ഇന്നലെ കണ്ടിട്ടുമില്ല. ഇപ്പൊ ബാഹുലിന്റെ ആനിമൽസിനെ വെച്ചിട്ടുള്ള അഭിനയിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടും വലിയ രീതിയിൽ ചർച്ചകളാണ്. ഇപ്പം KCF-ലാണെങ്കിലും കിഷ്കിന്താടത്തിലാണെങ്കിലും എക്കോല് വരെ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഈ എക്കോടൊക്കെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴേ ചുറ്റും നായ്ക്കളാണല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അവരെയൊക്കെ ഇവര് കൺട്രോൾ ചെയ്യുന്നത്, ശരിക്കും അവരെയൊക്കെ അഭിനയിപ്പിക്കുന്നത്? അത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രെയിനറുണ്ട്, ജിജീഷ് എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പോൾ പുള്ളി വളരെ കാലമായിട്ട് ഈ ഡോഗ് ട്രെയിനറാണ്. പിന്നെ പുള്ളിയുടെ പൂച്ചകളുണ്ട്, കാക്കകൾ വരെ ഉണ്ട് പുള്ളിക്ക് ട്രെയിനിങ് കൊടുത്ത. അപ്പോൾ ഈ KCF-ലായാലും മറ്റേ കിഷ്കിന്താണ്ടത്തിൽ കുരങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ പുള്ളി ഇത് ചെയ്താണ്. അപ്പം KCF-ലും എക്കോയിലും നായ്ക്കളാണല്ലോ. ജിജീഷിൻ്റെ ഉണ്ടല്ലോ. ജിജീഷ് അവർ പിന്നെ ഇവിടെ രാജപാളയം എവിടെ പോയിട്ട് ബ്രീഡിങ് ആണ് ഡോഗ്സ്. 9 ഡോഗ്സ് ഉണ്ടായിരുന്നു. പിന്നെ വിനീതിൻ്റെ മോഹൻ പോത്തൻ കൊണ്ടുവരുന്നൊരു വൈറ്റ് ഡോഗ്, അത് ഉൾപ്പെടെ 10 എണ്ണമായിരുന്നു അവർ കൊണ്ടുവന്നു. അവരെ പിന്നെ ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആ ഡോഗ്സിനെ അവർ ട്രെയിൻ ചെയ്യിപ്പിച്ചു. അതെന്ന് പറഞ്ഞാൽ ഒരു ഡോഗിനെ 2 ഡോഗ്സിനെ ഒരു ആക്ടിവിറ്റി ട്രെയിൻ ചെയ്യിപ്പിക്കും. ഇപ്പം ചവിട്ടുക, ഓടി വന്നിട്ട് ഒരാളെ ചവിട്ടി മറിച്ചിടുന്ന ട്രെയിനിങ് കൊടുത്തു 2 ഡോഗ്സിന്. ആ 2 എണ്ണത്തിന് കൊടുത്തതെന്ന് പറഞ്ഞാൽ, ഒന്ന് ഷോട്ട് എടുക്കുന്ന സമയത്ത് ഒന്നിന് എന്തെങ്കിലും സപ്പോസ് സുഖമില്ലാണ്ടായി,
അപ്പം മറ്റവനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരെണ്ണത്തിനെയും കൂടെ 2 പട്ടികൾക്ക് കൂടുതൽ സ്പീഡിൽ ഓടാനുള്ള ട്രെയിനിങ് കൊടുത്തു. 2 പട്ടികൾക്ക് ഈ മുരളാനുള്ള അത് പറഞ്ഞിട്ട് മുരളില്ലേ അതിനുള്ള 2 പട്ടികളെ ഉച്ചക്കത്തിൽ കുരയ്ക്കാനുള്ള ട്രെയിനിങ് കൊടുപ്പിച്ചു. അങ്ങനെയാണ് അവരുടെ ഒരു ട്രെയിനിങ് മെത്തേഡ്. അപ്പം ആ ട്രെയിനിങ് കിട്ടിയ പട്ടികൾ അത് മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് അവര് അതിനെ ആ രീതിയിലാണ് അവർ പ്ലേസ് ചെയ്യും. ഇപ്പം ഡയറക്ടറും ക്യാമറമാനും കൂടെ അതിൻ്റെ ഒരു പ്ലേസ് ഇത് പറഞ്ഞു കൊടുക്കും, അതിൻ്റെ പൊസിഷൻ പറയും. ഇന്ന നായ്ക്കൾ ഇന്ന ഭാഗത്താണ് നമ്മുടെ ഫ്രെയിമിൽ വേണ്ടതെന്ന് പറയുമ്പോൾ അവർ കൊണ്ടുവന്നിട്ട് അതിനെ മറ്റേ ചരടി കെട്ടി അവിടെ ചരടുണ്ട് കഴുത്തിൽ, ചരട് കെട്ടി ആ ചരടൊക്കെ പിന്നെ നമ്മൾ റേസ് ചെയ്ത് കളയും, അല്ലാതെ മാർഗ്ഗമില്ലല്ലോ. അല്ലെങ്കിൽ ഈ പട്ടികൾ അങ്ങനെ നിൽക്കില്ല ഇവിടെ. പട്ടികൾക്ക് എപ്പോഴും അവരുടെ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ്. അപ്പം നമ്മൾ പറയുന്ന രീതിയിലേക്ക് ഈ ജിജീഷ് ഒരുപാട് അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്നത് ജിജീഷും അയാളുടെ ടീമും അതിന് സജ്ജമായിരുന്നു. അവരുടെ പങ്ക് വളരെ വലുതാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ പോത്തന്റെ കഥാപാത്രം വിനീതേട്ടനൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു സൈറിക്ക കരിയറിന്റെ തുടക്ക സമയത്തൊക്കെ ഭയങ്കര ചോക്ലേറ്റ് ബോയ് ആയിട്ട് ഒരുതരം കഥാപാത്രങ്ങൾ മാത്രം ചെയ്തിരുന്ന ഒരു ആക്ടർ. ഇപ്പോ ഇതാ പുതിയ സംവിധായകർക്കൊപ്പം അതിനു മുന്നേ ധീരനിലൊരു വ്യത്യസ്ത വേഷം ചെയ്തിരുന്നു. ഇതില് എക്കോയിലുള്ള കഥാപാത്രം ശരിക്കും നമ്മൾ അയാളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാത്ത ടൈപ്പ് ഒരു കഥാപാത്രമാണ്. എങ്ങനെയാണ് ആ ഒരു ആക്ടറിന്റെ ഒക്കെ ഒരു ഇത് കാണുന്നത്? ഞാൻ വിനീതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഉസ്താദ് എന്ന് പറയുന്ന സിബി സാറിൻ്റെ ഒരു പടമുണ്ട്, ലാലേട്ടൻ്റെ പടം. അപ്പം അതിൽ ഇദ്ദേഹം ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആ ഒരു സിനിമയിലാണ് വിനീതിൻ്റെ കൂടെ ഞാൻ സഹകരിച്ചിട്ടുള്ളത്. പിന്നെ മാനത്തെ വെള്ളിത്തേര് കഴിഞ്ഞിട്ടാണ് അനിയത്തിപ്രാവിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ലൈഫ്. ഒരുപക്ഷെ മാനത്തെ വെള്ളിത്തേര് സമയത്തുണ്ടായിരുന്നെങ്കിൽ അതിൽ വർക്ക് ചെയ്യാൻ പറ്റിയേനെ. അപ്പോൾ ഈ ഒരു ചെറിയൊരു പരിചയം മാത്രമേ ഞങ്ങൾ തമ്മിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ പുള്ളി. അപ്പം ആ ഒരു ജസ്റ്റ് അപ്പോൾ പുള്ളി അത് ഓർക്കുന്നുമില്ല. പിന്നെ കുറേ ഇൻസിഡൻസ് പറഞ്ഞപ്പോൾ പുള്ളി ഞാനിപ്പോൾ ഓർക്കുന്നു എന്നാണ് ഒരു ദിവസം പറഞ്ഞത്. പിന്നെ പുള്ളിയുടെ ഒരു കരിയറിനെ സംബന്ധിച്ച് പറയുകയാണ്, ഇപ്പം ഈ മാനത്തെ വെള്ളിത്തേര് അതുവരെ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നില്ല മാനത്തെ വെള്ളിത്തേരിലെ ക്യാരക്ടർ. ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള, ഭയങ്കര ത്രില്ലിങ് ആയിട്ടുള്ള ഒരു സൈക്കോ ക്യാരക്ടറായിരുന്നു. അതിനുശേഷം പുള്ളി മഴവില്ല് എന്ന് പറഞ്ഞൊരു സിനിമ കന്നഡയിൽ ഭയങ്കര സൂപ്പർ ഹിറ്റായൊരു സിനിമയായിരുന്നു. അതിൻ്റെ ഡയറക്ടർ തന്നെയാണ് ദിനേശ് ബാബു എന്ന് പറഞ്ഞിട്ട് പഴയ DOP ക്യാമറമാനാണ്. അദ്ദേഹമായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ. അദ്ദേഹം അത് മലയാളത്തിൽ മഴവില്ല് എന്ന് പറയുന്ന റീമേക്ക് ചെയ്തു. കുഞ്ചാക്കോ ബോബനും വിനീതുമായിരുന്നു. വിനീതിൽ അതിലൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറായിരുന്നു. അത് ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം പുള്ളി കുറേ കാലം പുള്ളി ഒരു ഡാൻസ് അക്കാഡമി ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു പുള്ളി അതിലാണ് ഫോക്കസ് ചെയ്തത്. ശോഭനയുടെ ഒക്കെ കൂട്ട് തന്നെ ഡാൻസ് പുള്ളിയുടെ ഒരു വലിയ ലോകമാണ്. അപ്പം പിന്നീട് വരുന്ന ഈ ധീരൻ അവനെ വളരെ റെയറായിട്ട് ചില സിനിമകളിൽ ഇങ്ങനെ വന്നു പോയി. ഇതിൽ വന്നു. ഇപ്പോൾ നമ്മുടെ ഇതിലുണ്ടായിരുന്നു സർവ്വമായലുണ്ട്, ഒരു ക്യാമിയോ റോളായിട്ടുണ്ട്. നരേനും ഈ പറഞ്ഞ പോലെയാണ്. നരേനും ഞാനും കൂടി അന്നൊരിക്കൽ എന്ന് പറഞ്ഞിട്ട് ശരത്ചന്ദ്ര മേനോൻ ഡയറക്റ്റ് ചെയ്തൊരു സിനിമയിൽ ഞാൻ ആ സിനിമ പൂർണ്ണമായും അസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ അവസാനത്തെ ഒരു 10 ദിവസമാണ് ഞാൻ ആ സിനിമയിൽ വർക്ക് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് സുനിലാണ്, നരേനല്ല പേര്. തമിഴിലൊന്നും പോയിട്ടില്ല ആള്. മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. 2ാമത്തെ പടം മറ്റുമാണെന്ന് നോക്കും. പക്ഷെ പുള്ളിയായിരുന്നു അതിനകത്ത് ഹീറോ. കാവ്യമാധവനായിരുന്നു. അന്ന് ഞാൻ ജസ്റ്റ് പരിചയപ്പെടാനൊന്നും പോയിട്ടില്ല. കാര്യം അതിനുള്ള സിറ്റുവേഷൻ ആയിരുന്നില്ല. കാര്യം 10 ദിവസം ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. അപ്പം അതിനുള്ള ടൈമൊന്നുമില്ല. ജസ്റ്റ് കണ്ടിട്ടുണ്ടെന്നല്ലാതെ. അത് ഞാനിങ്ങനെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അയ്യോ നമ്മൾ ഓർക്കുന്നുമില്ല, കാര്യം പരിചയപ്പെട്ടിട്ടുമില്ല. പക്ഷേ രസമായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ദിവസം വളരെ ഫ്രണ്ട്ലി ആയി. ആദ്യം തന്നെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആയി. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കാര്യം ആ ഒരു പിന്നെന്താ പറയുക, ഫ്രണ്ട്ലി ആയതിൻ്റെ ഒരു ഗുണം ആ ക്യാരക്ടറുകൾ 2 പേർക്കും ആ ഒരു കോംബോ, അങ്ങനെ നമുക്കൊരു കെമിസ്ട്രി വർക്ക് ചെയ്യാൻ പറ്റി. അത് എനിക്ക് തോന്നുന്നു ഈ പിന്നെ പഴയ ആർട്ടിസ്റ്റുകളാണല്ലോ ഇവരെല്ലാവരും. അപ്പോൾ ക്യാരവൻ ഉണ്ടെങ്കിലും ഫുൾ ടൈം ക്യാരവനിലിരിക്കുന്ന ശീലം ഇവർക്കില്ല. അവർ ഇടയ്ക്ക് വെളിയിലിറങ്ങി മാറിയൊക്കെ നിൽക്കും. 2 ചെയർ എടുപ്പിച്ചിട്ട് വെളിയിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു രീതിയാണുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടക്കും.
ഈ പണ്ട് അങ്ങനെയായിരുന്നു. പണ്ടിപ്പോൾ ഈ ക്യാരവനൊന്നും ഇല്ലാത്തൊരു കാലത്ത് എല്ലാവരും ഒരു സ്ഥലത്ത് എല്ലാവരും കൂടിയിരിക്കും. ഇപ്പോൾ ഷോട്ട് ഇപ്പോൾ മമ്മൂക്കയും മോഹൻലാലും ഒക്കെ ഉള്ളപ്പോഴായാലും പിന്നെ അല്ലാതുള്ള ആർട്ടിസ്റ്റുകളായാലും ഒരു ഷോട്ട് കഴിഞ്ഞാൽ കസേരയൊക്കെ ഇട്ട് എല്ലാവരും കൂടി ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് കൊച്ചു വർത്താനങ്ങൾ പറയും, പരസ്പരം അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കും, അവരവരുടെ പ്രശ്നങ്ങൾ പോലും പങ്കുവയ്ക്കുമായിരുന്നു. അപ്പം മാത്രമല്ല ഈ ഓൾ ക്രൂ ഉണ്ടല്ലോ, ഇപ്പോൾ യൂണിറ്റ് ബോയ്സ്, ലൈറ്റ് ബോയ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ്. എല്ലാവരുടെ പേര് പോലും ഓരോ ആർട്ടിസ്റ്റുകൾക്കും അറിയായിരുന്നു അന്നത്തെ. ഈ പിള്ളേരില്ലേ, ഈ ലൈറ്റ് ബോയ്സ് ഇല്ലേ, അവരുടെയൊക്കെ പേരുകൾ പോലും അതുപോലെ തന്നെ മിക്കവാറും ആർട്ടിസ്റ്റുകൾക്ക് അറിയായിരുന്നു. പേരെടുത്ത് വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ ഈ പ്രൊഡക്ഷൻ ബോയ്സ് ഉണ്ട്, വെള്ളമൊക്കെ കൊണ്ടുവരുന്ന പിള്ളേരില്ലേ, അവരെയൊക്കെ ബാബു, കുഞ്ഞുമോനെ എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കാര്യം അത്ര പരിചയമാണ് അവരുമായിട്ട്. പക്ഷെ ഇപ്പം അതില്ല. ഇപ്പോൾ കാരവൻ കൾച്ചർ വന്നപ്പോൾ എല്ലാവരും ഓരോ മുറി എടുത്തിട്ട് അവിടെ ജീവിക്കുകയാണ്. ആരുമായിട്ടും ഒരു ഇതില്ല, മനസ്സിലായില്ലേ? ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ഇപ്പോഴത്തെ ഒരു ആർട്ടിസ്റ്റുമായിട്ടും നമ്മുടെ ക്രൂ മെമ്പേഴ്സൊന്നും ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും ആരെങ്കിലും വന്നിട്ട് ഒരു സെൽഫി എടുക്കുന്നല്ലാതെ ഈ ലൈറ്റ് ബോയ്സ് ഒന്നും വന്നിട്ട് ഈ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒന്നും ഒരു സെൽഫി എടുക്കുന്നത് ഞാൻ കാണുന്നില്ല. കാരണം അടുപ്പമില്ല. അതെന്തോ നമുക്കറിയില്ല, അതൊരു കാലത്തിൻ്റെ മാറ്റമാണ്. അത് കാലത്തിൻ്റെ അനിവാര്യത ആവാം, നമ്മളതിനെ കുറ്റം പറയുന്നില്ല.